അപ്പോൾ നമ്മളിവിടെ സബ്സ്ക്രിപ്റ്റ് എന്നുള്ള സെക്ഷനാണ് തുടങ്ങാൻ പോകുന്നത്. ഈ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലാ 335 അധ്യായങ്ങളിലൂടെ ഇങ്ങനെ വേഗം കടന്നു പോകുക. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുക എങ്ങനെയാണ് സ്ട്രക്ചർ, ഭാഗവതത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്, കഥ എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ വേദവ്യാസ മഹർഷി 3 ശ്ലോകങ്ങൾ, അത്യുജ്വലമായ 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാനെയും ഭാഗവതത്തിനെയും കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് സൂത ശൗനക സംവാദം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് എല്ലാ പുരാണങ്ങളും അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഞാൻ മറ്റേതൊന്നും വായിച്ചിട്ടില്ല. സൂത ശൗനക സംവാദമായിട്ടാണ് എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ ഒരു വലിയ സത്രം തുടങ്ങി. അതിലേക്ക് സൂതൻ വരുന്നു, സൂതനോട് ചോദിക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത്. 4ാമത്തെ ശ്ലോകം മുതൽ മറ്റേ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ സൂതനോട് ശൗനകാദി മഹർഷിമാർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. കലിയുഗത്തിനെ കുറിച്ചും മറ്റേ ശ്രീകൃഷ്ണനെ കുറിച്ചും ധർമ്മത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. അതാണ് ആദ്യത്തെ അധ്യായം, ചെറിയ അധ്യായമാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ അധ്യായം സൂതൻ്റെ മറുപടിയാണ്. ഈ സൂതൻ്റെ മറുപടി ആദ്യത്തെ 2-3 ശ്ലോകങ്ങളിൽ വേദവ്യാസ മഹർഷിയും ശ്രീ സുഖബ്രഹ്മർഷിയൊക്കെ നമസ്കരിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു തുടങ്ങും. അതിന് വെറുതെ നമുക്കത് പറയാതെ പോയിട്ട് കാര്യമില്ല. കാരണം ഭാഗവതം ഇവിടെ അങ്ങോട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഇതിലെ ഒരു ശ്ലോകമെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവണം. ഞാനതിന് ഭാഗവതത്തിൻ്റെ ഗേറ്റ് വേ എന്ന് പറയും, ഒരു പാസ്സാണിത്. അതില്ലാതെ അങ്ങോട്ട് ടിക്കറ്റ് ഇല്ലാതെ അങ്ങോട്ട് കടന്നാൽ എല്ലാം കൺഫ്യൂഷനും എല്ലാം കോൺട്രഡിക്റ്ററി ആയി തോന്നും. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് അതിൽ. ഏതാന്ന് വെച്ചാൽ വദന്തി തത്വവിദ തത്വം യൽ ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. ഭക്തിയെക്കുറിച്ചും അതും ഇതൊക്കെ പറഞ്ഞു വരുന്ന ഇടയിലാണ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ തുടങ്ങണ സമയത്ത് വരുന്ന ശ്ലോകമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് പറയുന്ന ജീവന് വേറെ ഒന്നും ഒരു ആവശ്യമല്ല. ജീവൻ ആവശ്യം തത്വജ്ഞാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ തത്വം എന്താണ് എന്ന് പറയും. വദന്തി തത്വവിദ, ഈ തത്വത്തെ അറിയുന്നവർ ഇതിനെ പരമമായ തത്വമായി പറയുന്നു. ഏതിനെ? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്നാണ്. ജ്ഞാനം അദ്വയം, അദ്വയമായ ഈ ജ്ഞാനത്തിനെ പരമമായ തത്വമായി അറിവുള്ളവർ പറയുന്നു. അത് ആ തത്വത്തിനെ ഇവിടെ ഇനി മുതൽ ഭാഗവതത്തിൽ മുഴുവൻ 3 ശബ്ദം കൊണ്ട് പറയപ്പെടും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് പറഞ്ഞാൽ ആ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഈ 3 ശബ്ദം ഏത് കേട്ടാലും ഇത് 3ഉം ഒന്നായിട്ട് എടുത്തോളണം. അതായത് ഭഗവാൻ എന്നെവിടെയൊക്കെ പറയുന്നു അത് എന്താ എടുത്തോളണം? ബ്രഹ്മമായും പരമാത്മാവായും എടുത്തോളണം. എവിടെയൊക്കെ ബ്രഹ്മം എന്ന് പറയുന്നു അതൊക്കെ പരമാത്മാവായും ഭഗവാനായും കണ്ടോളണം. എവിടെയൊക്കെ പരമാത്മാവ്, ആത്മാ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നു അതെല്ലാം ബ്രഹ്മമായും ഭഗവാനായും കണ്ടോളണം. ഈ 3ഉം തമ്മിൽ അണുപോലും വ്യത്യാസമില്ലാതെ ഈ പരമമായ തത്വമാണ് ഇനി ഇവിടെ മുതൽ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കോളണം. പിന്നെ ഭക്തിയുടെയും ഇതൊക്കെ പറയേണ്ട ഉജ്ജ്വലമായ ശ്ലോകങ്ങളാണ് കുറച്ച്. അതൊന്നും പറയാനൊന്നും വാക്കുകളൊന്നുമില്ല. ഇതെല്ലാം മെഡിസിൻസാണ്. അതൊക്കെ ശ്ലോകങ്ങളിലൂടെ തന്നെ ഉള്ളിൽ പോകണം. വെറുതെ അല്ല ഭക്തിദേവി തുള്ളിച്ചാടി വന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കണ്ടവർക്കറിയാം. ഈ ഫിനിഷിംഗ് ലൈനപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇത് തുടങ്ങണത് ഒരു കുഴിമിന്നൽ ഡൈന എന്നൊക്കെ പറയുന്ന ഒരു ബിഗ് എക്സ്പ്ലോഷനിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഗുണ്ടുകളും ഓലപ്പടക്കത്തിനൊക്കെ കെട്ടിവെച്ചതൊക്കെ കൂടെ ഇങ്ങനെ പൊട്ടി പോകും. ഇതുപോലെയാണ് ഒരു ഫീലാണ് നമുക്ക് 2ാമത്തെ അധ്യായം വായിച്ചാൽ കിട്ടുന്നത്. ഇറ്റ്സ് എ സഡൻ എക്സ്പ്ലോഷൻ. അത് നമുക്ക് പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതാക്കുള്ളൂ. അത് കഴിഞ്ഞ് 3ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ പ്രധാനപ്പെട്ട 22ഓളം അവതാരങ്ങൾ, അങ്ങനെ
എണ്ണി 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 പറഞ്ഞു പോണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവത് മാഹാത്മ്യം, പുരുഷസ്വരൂപം എല്ലാം ഭഗവാന്റെ അവതാരമാണ്. ഇത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം 22 ബാക്കിയെല്ലാം സർവ്വ ചരാചരങ്ങളും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് പുരുഷ സ്വരൂപമായിട്ട് ഭഗവാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുരുഷ സ്വരൂപം എന്ന് പറയുമ്പോൾ ജനറലി ഞാൻ മനസ്സിലാക്കിയത്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, നിർഗുണ ബ്രഹ്മം ഒന്നിലും ഒരു തരത്തിലും ഒതുങ്ങുന്നതല്ല, നമുക്ക് പിടികിട്ടാവുന്ന സാധനമല്ല ഒന്ന്. ഈ നിർഗുണ ബ്രഹ്മം തന്നെ സഗുണ ബ്രഹ്മമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സഗുണ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു ഗുണങ്ങളില്ലാതിരിക്കുന്ന, ഒന്നിനും പിടികിട്ടാതിരിക്കുന്നു. നേരെ വെച്ച് സഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇതേ നിർഗുണ ബ്രഹ്മം എല്ലാ ഗുണങ്ങളും എൻ്റേതാണ് എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കാം. അത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും. സത്യമായി ആലോചിച്ച് നോക്കിയാൽ ഒരു ഗുണമില്ലാതിരിക്കുന്നതും എല്ലാ ഗുണങ്ങളും എൻ്റെ എന്ന് വിചാരിക്കുന്നതും രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിനെ സഗുണമായ ബ്രഹ്മമായി പറഞ്ഞാൽ അത് പുരുഷ സ്വരൂപമാണ്. അതാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഭഗവാൻ. അപ്പോൾ ഇത് തന്നെ ഹരിനാമകീർത്തനത്തിലും കാണാം. ഞാനെന്ന ഭാവം അതു തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ ഇതഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ എന്ന ഭാവം വരാതിരിക്കണം. ഇനി വരികയാണെങ്കിൽ ഇതെല്ലാം ഞാനാണ് എന്ന് തോന്നണം. ഇത് രണ്ടും കുഴപ്പമില്ല, രണ്ടും അപകടമില്ലാത്തതാണ്. പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്ന ബോധത്തിലേക്ക് വരിക. അതേപോലെയാണ് നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം, സഗുണമായ ബ്രഹ്മം, അതായത് പുരുഷ സ്വരൂപം ഈശ്വരൻ ഭഗവാൻ എന്ന് പറയുന്ന സഗുണ ബ്രഹ്മം. സഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാനാണ് എന്ന ഭാവം എടുത്തു നിന്നാൽ സഗുണ ബ്രഹ്മമായി. അങ്ങനെ ആ പുരുഷ സ്വരൂപം കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഭാഗവതം എന്ന പുരാണത്താൽ വേദവ്യാസ മഹർഷി രചിച്ചു എന്നും തൻ്റെ മഹായോഗിയായിരിക്കുന്ന തൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തു എന്നും സർവവേദങ്ങളുടെ ഇതിഹാസങ്ങളുടെയും സാരമാണ്, സാരം എന്നാണ് പറയുന്നത്, സാരങ്ങളുടെ സാരമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി ഈ ഭാഗവതം പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു എന്നും ഗംഗാതീരത്ത് വെച്ച് പരീക്ഷിത്ത് മഹാരാജാവിന് മുക്തി കിട്ടിയെന്നും അവിടെ ഇരുന്ന് കേൾക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി എന്നും സൂതൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് 3-ാമത്തെ അധ്യായത്തിൽ. 4-ാമത്തെ അധ്യായത്തിൽ തിരിച്ച് വീണ്ടും ശൗനകാദി മഹർഷിമാർ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. എന്താണ് അങ്ങനെയൊക്കെ രചിക്കാൻ കാരണം ഉണ്ടായത് എന്നുള്ളതൊക്കെ ചോദിക്കും. അതിന് ഉത്തരമായിട്ട് വേദവ്യാസ മഹർഷിയുടെ അവതാരവും പിന്നെ വേദങ്ങൾ പകുത്തതും അത് കഴിഞ്ഞ് പുരാണങ്ങൾ രചിച്ചതും മഹാഭാരതം രചിച്ചതും അത് കഴിഞ്ഞിട്ടും എന്തോ ഒരു തൃപ്തിക്കുറവ് വേദവ്യാസ മഹർഷിക്ക് തോന്നിയെന്നും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ശ്രീനാരദ മഹർഷി അവിടേക്ക് വന്നു എന്നും പറഞ്ഞ് 4-ാമത്തെ അധ്യായം അവസാനിപ്പിക്കാം. അങ്ങനെ 5-ാമത്തെ അധ്യായം വ്യാസ നാരദ സംവാദം എന്ന രീതിയിലാണ് 5ഉം 6ഉം. അങ്ങനെ 5-ാമത്തെ അധ്യായത്തിൽ ശ്രീനാരദ മഹർഷി മഹാഭാരതത്തിനെ രചിച്ചതിനെ പ്രകീർത്തിക്കുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിലെ ന്യൂനതകൾ എന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ഭഗവത് മാഹാത്മ്യം വേണ്ടത്ര പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് അതിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങ് ആ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അതുമാത്രമായിട്ട് അങ്ങ് പറയണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് അങ്ങനെ വേണം എന്നുള്ളത് സ്വന്തം കഥ എടുത്ത് പറഞ്ഞുകൊണ്ട് ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീനാരദ മഹർഷി ഒരു കുട്ടിയായിരുന്നതും അവിടെ വെച്ചിട്ട് യോഗികളുമായിട്ട് സംഘം വരാനും അങ്ങനെ ഭക്തി ഉണ്ടാവാനും അങ്ങനെ വീട് വിട്ടുപോയി തപസ് ചെയ്ത കഥയും പറഞ്ഞ് 5-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ വീണ്ടും ചോദിക്കുക എന്താണ് ആ തപസ്സും എന്താണ് ഉണ്ടായ അനുഭവം എന്ന് ചോദിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ആ തപസ് കുട്ടി കാട്ടിലേക്ക് പോയതും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തപസ് ചെയ്തതും അവിടെ വെച്ചിട്ട് ഭഗവത് ദർശനം കിട്ടിയതും
ഭഗവാൻ പറയുകയാണ്, ഈ ജന്മത്തിൽ ഇനി കാണാനുള്ള യോഗ്യതയില്ല, അടുത്ത ജന്മത്തിൽ അങ്ങ് ശ്രേഷ്ഠമായ സ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞ് ശ്രീനാരദ മഹർഷി ആ ജന്മം തീരുന്നവരെ കാത്തിരുന്നതായും അതിനുശേഷം ആ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മപുത്രനായി വീണ്ടും അവതരിച്ചു എന്നും പറഞ്ഞ് 6-ാമത്തെ അധ്യായം തൻ്റെ അനുഭവ കഥ എടുത്തു പറഞ്ഞ് ഇത് സഫലമായി ഇതുപോലത്തെ അനുഭവം വരാൻ ഭക്തി ഉണ്ടാവാനും ഭഗവത് മാഹാത്മ്യത്തിനെയും വേണ്ട പോലെ കീർത്തിക്കണമെന്നും ആ സത്സംഗത്തിലൂടെ മാത്രമേ ഇങ്ങനത്തെ ഒരു ഗതി കിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഉപദേശിച്ചിട്ട് ശ്രീനാരദ മഹർഷി പോകുന്നതാണ്. അങ്ങനെ 7-ാമത്തെ അധ്യായത്തിൽ ഈ ഉപദേശം ഉൾക്കൊണ്ട് വേദവ്യാസ മഹർഷി ഭഗവാനെ, നിർഗുണ ബ്രഹ്മത്തിൽ ഇരിക്കുന്ന ഭഗവാനെ സഗുണമായ ഭാവത്തിൽ ധ്യാനിക്കുകയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നിർഗുണ ബ്രഹ്മത്തിൽ ഇരിക്കുമ്പോൾ ഭക്തിയില്ല. ഇവരെല്ലാം ഋഷിമാരെല്ലാവരും നിർഗുണ ബ്രഹ്മത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരെല്ലാവരും നിരന്തരം അതിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ബ്രഹ്മചാരികളാണ് അവരെല്ലാവരും. അങ്ങനെ ഇരിക്കുന്ന വേദവ്യാസ മഹർഷി തൻ്റെ മനസ്സിനെ സഗുണ ബ്രഹ്മത്തിലേക്ക് ധ്യാനിച്ചു കൊണ്ടുവരികയാണ്. ആ ഭാവത്തിൽ അപ്രോച്ച് ചെയ്യണം. സഗുണ ബ്രഹ്മമായി വന്നപ്പോൾ ഈശ്വരനായി, അപ്പം ജീവനായി, ഭക്തിയായി. ആ ഭക്തിഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഭാഗവതം രചിക്കുകയാണ്. ആ ഭാഗവതം രചിച്ചു എന്നും ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചിട്ട് പിന്നെ എന്താണ് പരീക്ഷിത്ത് മഹാരാജാവ് കേൾക്കാനുണ്ടായ സംഭവം, എന്താണ് കാര്യം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഭാഗം പറയാൻ വേണ്ടി പോവാണ്. പിന്നെ ആ 7-ാമത്തെ അധ്യായത്തിൽ തന്നെ. അപ്പോൾ ആ മഹാഭാരതത്തിൽ യുദ്ധം കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനാണ് തുടങ്ങുന്നത്. യുദ്ധം കഴിഞ്ഞ് അശ്വത്ഥാമാവ് പാണ്ഡവരെ കുട്ടികളെ കൊല്ലണതും അർജുനനും ഭഗവാനും കൂടി പിന്നാലെ ചെന്ന് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നതും അർജുനൻ ആ 2 ബ്രഹ്മാസ്ത്രത്തെയും സംഹരിക്കുന്നതും തിരിച്ച് അശ്വത്ഥാമാവിനെ പിടിച്ചു കൊണ്ടുവന്ന് ബ്രാഹ്മണനായതുകൊണ്ട് കൊല്ലരുത് എന്ന് വെച്ചിട്ട് ശിരോരത്നം പിഴുതി മാറ്റി വിടണതും ആയ ചരിത്രമാണ് പറഞ്ഞ 7-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ അശ്വത്ഥാമാവ് ഉത്തരാദേവിയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതും ഉത്തരാദേവി കരഞ്ഞുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും ഭഗവാൻ ആ കുട്ടിയെ ഗർഭത്തിൽ രക്ഷിച്ചു നിർത്തുന്നതും പിന്നെ അതിനുശേഷം കുന്തിദേവി സ്തുതിക്കുന്നതും ആണ്. 9-ാമത്തെ അധ്യായത്തിൽ പാണ്ഡവരെല്ലാവരും ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുന്നതും ഭീഷ്മർക്ക് മുക്തി കൊടുക്കുന്നതും മുക്തി കിട്ടുന്നതും ഭീഷ്മസ്തുതിയുമാണ്. ഭീഷ്മർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് മുക്തി ലഭിക്കുന്നതാണ് 9-ാമത്തെ അധ്യായത്തിൽ. 10-ഉം 11-ഉം ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള ഒരു യാത്ര വർണ്ണിക്കുന്നതാണ്. 10 ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ സങ്കടവും ഒരു പോകുന്ന സിറ്റുവേഷനൊക്കെ വർണ്ണിക്കുകയാണ്. 11-ാമത്തെ അധ്യായത്തിൽ ദ്വാരകയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ സന്തോഷവും അവിടുത്തെ ഒരു സിറ്റുവേഷനാണ് വർണ്ണിക്കുന്നത് 11-ൽ. 12-ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ ജന്മം ആണ് പറയുന്നത്. അങ്ങനെ എല്ലാ ഗുണങ്ങളോടും കൂടി പരീക്ഷിത്ത് ജനിക്കുന്നു. 12-ാമത്തെ അധ്യായം. 13-ാമത്തെ അധ്യായത്തിൽ വിദുരര് യുധിഷ്ഠിരനെ കാണാൻ വരുന്നതും അവിടെ നിന്ന് ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയും കൊണ്ട് കാട്ടിലേക്ക് തപസ്സിന് പോകുന്നതും യുധിഷ്ഠിരർക്ക് വരുന്ന സങ്കടവും ശ്രീനാരദ മഹർഷി അത് കഴിഞ്ഞിട്ട് ധൃതരാഷ്ട്രർക്ക് ഉണ്ടാകുന്ന മുക്തിയും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് 14-ാമത്തെ അധ്യായത്തിൽ യുധിഷ്ഠിരൻ അർജുനനെ കാത്തിരിക്കുകയാണ്. കുറേ കാലമായി അർജുനനെ കാണാനില്ല. ശ്രീനാരദ മഹർഷി എന്തൊക്കെയോ സൂചിപ്പിച്ചു, എന്തൊക്കെയോ മോശമായ കാലം മോശമാണെന്നൊക്കെ സൂചിപ്പിച്ച് ആ സങ്കടത്തിൽ അങ്ങനെ വ്യാകുലതയിൽ ഇരിക്കുന്ന സമയം അർജുനൻ വരുന്നതാണ് 14-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ദ്വാരകയിലെല്ലാം സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് 14-ാമത്തെ അധ്യായത്തിൽ. 15-ാമത്തെ അധ്യായത്തിൽ അർജുനൻ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ ഈ ലോകം വിട്ടു പോയ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ടതിന് ശേഷം
പരീക്ഷിത്ത് മഹാരാജാവിനെ രാജാവാക്കി പാണ്ഡവരെല്ലാവരും വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും അങ്ങനെ മുക്തിയിലേക്കും പോകുന്നതാണ് 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഭരണം, അങ്ങനെ എല്ലാവിടെയും ഭഗവത് സ്മൃതി ധർമ്മം പരിപാലിച്ച് വരുന്ന സമയത്ത് പൃഥ്വി ദേവിയും ധർമ്മദേവനും തമ്മിലുള്ള സംവാദം, അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു. 17-ാമത്തെ അധ്യായത്തിൽ ഈ ധർമ്മദേവൻ്റെ സങ്കടം കാണുന്നതും അതിനുള്ള കാരണം കലിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കലിയെ കൊല്ലാൻ ഒരുങ്ങുന്നതാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ കലി ശരണം പ്രാപിക്കും, രക്ഷിക്കണം എന്ന് പറയും. അങ്ങനെ കലിയെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തണം 5 സ്ഥാനത്തിലേക്ക്. ദ്യൂതം പാനം സ്ത്രീയസൂന എത്രാധർമ്മ ചതുർവിധ എന്നാണ്. പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ സ്വർണം കൊടുത്തു. അങ്ങനെ 5 സ്ഥാനത്തിലാണ് കലിയെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. ദ്യൂതം എന്ന് പറഞ്ഞാൽ മത്സരങ്ങൾ, പാനം എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, പിന്നെ സൂന എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ഹിംസ നടക്കുന്ന സ്ഥലം, പിന്നെ 5-ാമത് സ്വർണം. ഇങ്ങനെ ഈ 5 സ്ഥാനത്തേക്ക് കലിയെ ഒതുക്കി നിർത്തുകയാണ് 17-ാമത്തെ അധ്യായത്തിൽ. 18-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ക്ഷീണം തോന്നി ഒരാശ്രമത്തിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വെള്ളം ചോദിച്ചപ്പോൾ അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠൻ സമാധി അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. വെള്ളം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല. ആ ദേഷ്യത്തിൽ, പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിൽ അവിടെ കിടന്നിരുന്നൊരു ചത്ത പാമ്പിനെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടിട്ട് അങ്ങനെ അപമാനിച്ച് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോരുകയാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ. അദ്ദേഹത്തിൻ്റെ മകൻ പരീക്ഷിത്ത് മഹാരാജാവിനെ ശപിക്കുകയാണ്. 7-ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞു. 19-ാമത്തെ അധ്യായത്തിൽ ഈ ശാപം കേൾക്കുകയും വൈരാഗ്യം വന്ന് എല്ലാം മകനെ ഏൽപ്പിച്ച് ഗംഗാതീരത്തിലേക്ക് പോയി പ്രായോപവേശം ചെയ്യണം. അങ്ങനെ ചെല്ലുമ്പോൾ മഹർഷിമാർ വരുന്നു, എല്ലാവരും പ്രശംസിക്കും. അവരോടെല്ലാം ഭഗവാന്റെ കഥകൾ പറയണമെന്ന് പറയും. അവരതെല്ലാം പ്രശംസിച്ചിരിക്കുമ്പോൾ അവരോട് ചോദിക്കും, മരണം മുന്നിൽ കാണുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ശ്രേഷ്ഠമായ ചോദ്യം ചോദിക്കുമ്പോൾ അവിടേക്ക് സാക്ഷാൽ ശ്രീ ശുഖബ്രഹ്മർഷി വരുന്നതും ശ്രീ ശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ച് വേണ്ട സ്ഥാനത്തിരുത്തി വീണ്ടും ഈ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. മരണം മുന്നിൽ കാണുന്ന വ്യക്തി ചെയ്യേണ്ട ശ്രേഷ്ഠമായ കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരണം എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് 19-ാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം അവസാനിക്കുന്നത്.